നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സുപ്രീം കോടതിയുടെ അനുമതി. സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളി. നിബന്ധനകളോടെയാണ് ഹൈക്കോടതി അനുമതി നൽകിയതെന്ന് സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തി. സുപ്രീം കോടതി നടപടി സ്വാഗതാർഹമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനായി ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. എല്ലാ പരാതികളും ഹൈക്കോടതിയിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പമ്പയിലെ നിർമ്മാണം തീർത്ഥാടകർക്ക് യാത്രാ തടസ്സമുണ്ടാക്കുന്നു എന്നതടക്കം ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതി നിലപാട് സ്വാഗതാർഹമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലെ നിലപാടുകൾ ഏറെ സ്വാഗതാർഹമാണ്. അത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെയും വിഷയം വരുമ്പോൾ അത് തടസ്സപ്പെടുത്തണമെന്നുള്ള സ്റ്റേ കൊടുക്കണമെന്നുള്ള വാദം തള്ളിക്കൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ചതായി ഇന്നിപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹൈക്കോടതിയുടെ ഉത്തരവിനെ സുപ്രീം കോടതി മാനിച്ചുവെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. ഹൈക്കോടതി ഇടപെടണമെന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞ നിലപാടുകൾ, ഹൈക്കോടതി പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വേണം ഇത് നടത്താനെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എന്തിനാണ് ഈ പരിപാടി നടത്തുന്നതെന്നുള്ളതിന് വ്യതിചലിക്കാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിലും സംഘപരിവാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിലും പങ്കെടുക്കില്ലെന്ന് പന്തളം മുൻ രാജകുടുംബം അറിയിച്ചു. പന്തളത്ത് സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ക്ഷണിച്ചാലും പോകില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കക്കുറവ് അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ചപ്പോൾ 4 കിലോ കുറഞ്ഞത് എങ്ങനെയെന്ന് കോടതി ചോദിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ദേവസ്വം ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശബരിമലയിൽ നിർമ്മിച്ചു നൽകിയ താങ്ങുപീഠം കാണാനില്ല എന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയിൽ മുമ്പ് സ്വർണം പൂശിയതിന്റെ മാസ്റ്റർ റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച കോടതി ചില പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി. 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് ഭാരം 42.800 കിലോ, 1.25 മാസത്തിന് ശേഷം ഭാരം 38.258 കിലോ ആയി. 4 കിലോയുടെ കുറവ് എങ്ങനെ സംഭവിച്ചുവെന്നായിരുന്നു ചോദ്യം. ഭാരം കുറയാൻ പെട്രോൾ അല്ല സ്വർണമല്ലേ എന്നും കോടതി ചോദിച്ചു. ദ്വാരപാലകപ്പാളിയുടെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ വിവരമറിയിക്കണമെന്ന കാര്യം അറിയില്ലെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി 24നോട് പറഞ്ഞു. ഒരാളിനെ പഴിചാരാനോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു വിവാദമാണ്. കോടതിയുടെ ഒരു അനുമതി വാങ്ങിക്കണമെന്നുള്ള ഒരു കാര്യം എനിക്ക് ഭക്തൻ എന്നുള്ള നിലയ്ക്ക് അറിയില്ലായിരുന്നു. ശബരിമലയിൽ നിർമ്മിച്ചു നൽകിയ താങ്ങുപീഠം കാണാനില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. 24 കൊച്ചി. ഗസയിൽ ഇസ്രായേലിന്റെ കരയാക്രമണവും വ്യോമാക്രമണവും തുടരുന്നു. ആക്രമണത്തിൽ ഇന്ന് മാത്രം 33 പേർ കൊല്ലപ്പെട്ടു. പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ താൽക്കാലിക പാത തുറന്നു. അതേസമയം ഗസയിലെ ആശുപത്രികളിലേക്ക് ഇന്ധനമെത്തിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ നീക്കം ഇസ്രായേൽ തടഞ്ഞു. ഗസയിൽ കര ആക്രമണം ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ. 150 രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. നെഗേവ് മരുഭൂമി പ്രദേശത്തെ അൽസിർ ഗ്രാമത്തിലെ 40 വീടുകൾ ഇസ്രായേൽ തകർത്തു. പലയിടത്തും സൈന്യവും പ്രദേശവാസികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. പ്രതിഷേധിച്ചവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം പുക ബോംബുകൾ എറിഞ്ഞു. അതിനിടെ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ താൽക്കാലിക പാത തുറന്നു. സല അൽ ദിൻ തെരുവിലൂടെയുള്ള പാത 48 മണിക്കൂർ നേരത്തേക്കാണ് തുറന്നത്. അൽ റാഷിദ് തീരദേശ പാതയിലൂടെയുള്ള തിക്കിത്തിരക്കിയുള്ള യാത്ര കടുത്ത വിമർശനത്തിനിടയാക്കിയതിനെ തുടർന്നാണ് പുതിയ പാത തുറന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കാനെത്തിയ ബ്രിട്ടീഷ് എംപിമാരെ ഇസ്രായേൽ തടഞ്ഞതും കടുത്ത വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. ഗസയിലെ ആശുപത്രികളിലെ ജനറേറ്ററുകൾക്ക് ആവശ്യമായ ഇന്ധനം എത്തിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ നീക്കം ഇസ്രായേൽ തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും നിശ്ചലമാകാൻ ഇതിടയാക്കുമെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽ താനി ജോർദാൻ സന്ദർശനം നടത്തുകയാണ്. സന്ദർശനം സൈനിക സഹകരണം ഉറപ്പാക്കാനാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇസ്രയേൽ ആക്രമണം ശക്തമാകുന്നതിനിടെ ഗസയിലെ ദുരിതക്കാഴ്ചകൾ 24നോട് വിശദീകരിച്ച് ഡോക്ടർ SS സന്തോഷ് കുമാർ. തൊട്ടടുത്ത് നടക്കുന്ന മരണം പോലും സാധാരണ സംഭവമായി മാറിയെന്ന് ഡോക്ടർ നിസ്സഹായതയോടെ പറഞ്ഞു. തെക്കൻ ഗസയിലെ അൽമവാസിയിൽ മാസങ്ങളായി ആതുരസേവനം നടത്തുകയാണ് ഡോക്ടർ SS സന്തോഷ് കുമാർ.
2 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ അങ്ങേയറ്റം നിസ്സഹായരായി മാറിയ ഒരു ജനതയുടെ ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഡോക്ടർ എസ് സന്തോഷ് കുമാർ വിവരിച്ചത്. തൊട്ടടുത്ത് സംഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം പോലും ജനങ്ങളിൽ ഞെട്ടലുണ്ടാക്കുന്നില്ല. അത്രത്തോളം നിസ്സംഗരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർ. ഇവിടെ മരണത്തെ സാധാരണ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ ജീവിതത്തിലെ ഒരു സാധാരണ സംഭവമായിട്ട് മരണം മാറിയിരിക്കണം. താൻ ജോലി ചെയ്യുന്ന തെക്കൻ ഗസയിലെ നാസർ ആശുപത്രിയിൽ 24 മണിക്കൂറും ബോംബിന്റെ ശബ്ദമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ അതുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഓരോ വെടിശബ്ദത്തിലും അപ്പുറത്ത് ആളുകൾ മരിച്ചു വീഴുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 24 മണിക്കൂറും ബോംബിന്റെ ഒച്ച മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഒച്ചയുമായിട്ട് നമ്മളൊക്കെ അങ്ങ് നമ്മുടെ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. ഓരോ വെടിയിടറ്റത്തും ഓരോ മനുഷ്യര് പിടഞ്ഞു വീഴുന്നുവെന്ന് നമുക്ക് പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നവർ ക്രൂരമായി കൊല്ലപ്പെടുകയാണ്. തനിക്കറിയാവുന്ന ഡോക്ടറുടെ കുടുംബത്തിന് നേരിട്ട ദുരിതം ഡോക്ടർ സന്തോഷ് കുമാർ 24-മായി പങ്കുവച്ചു. നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇപ്പോൾ IDF തകർക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. നീ അവിടെ ഉള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് അമ്മയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് നീ നടക്കൂ, അല്ലാതെ വണ്ടിയൊന്നും കിട്ടത്തില്ല. ഞാൻ അവിടെ വരാൻ എനിക്കും പറ്റത്തില്ല. ഗസയിലെങ്ങും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. കൊടും പട്ടിണി മാറ്റാൻ നിലവിലെത്തുന്ന സഹായങ്ങൾക്ക് കഴിയുന്നില്ല. കിരാതമായ രീതിയിലാണ് ഭക്ഷണ വിതരണം. ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തൊക്കെ വലിയ വലിയ കലാപമാണ് ഉണ്ടാവുന്നത്. കിരാതമായ രീതിയിലാണ് ഇത് നടക്കുന്നത്. മടങ്ങിയെത്തുമ്പോൾ വീടില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ ഗസ സിറ്റിയിൽ നിന്നുള്ള ജനത്തിന്റെ നിർബന്ധിത പലായനം. 20 കിലോമീറ്റർ സഞ്ചരിക്കാൻ $40 വേണം. 1 കിലോ പഞ്ചസാരയ്ക്ക് $100 നൽകണം. സർവ്വതും നഷ്ടമായ ഗസയിലെ എത്ര പേർക്ക് ഇതിന് കഴിയുമെന്നറിയില്ല. പ്രതിഫലേച്ഛയില്ലാതെ യുദ്ധഭൂമിയിൽ സേവനം തുടരുകയാണ് ഡോക്ടർ സന്തോഷ് കുമാർ. ന്യൂസ് ഡെസ്ക് 24. പോലീസ് മർദ്ദനാരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ മുത്തങ്ങ ശിവഗിരി പോലീസ് അതിക്രമങ്ങളിൽ ഖേദമുണ്ടെന്ന് AK ആന്റണി പറഞ്ഞു. മാറാട് കലാപം, മുത്തങ്ങ വെടിവെപ്പ്, ശിവഗിരി പോലീസ് അതിക്രമം എന്നിവയിലെ അന്വേഷണ റിപ്പോർട്ടുകൾ സർക്കാർ പുറത്തുവിടണം. 21 വർഷമായി തന്നെ വേട്ടയാടുകയാണ്. സത്യം ജനങ്ങൾ അറിയണം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പറയുമെന്നും AK ആന്റണി പറഞ്ഞു. നയനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയട്ടെ സത്യം, അവിടെ എന്താണ് സംഭവിച്ചത്. ഇന്നലെ LDF അംഗങ്ങൾ അസംബ്ലിയിൽ പ്രസംഗിച്ചതുപോലാണോ അതോ മറിച്ചാണോ സംഭവിച്ചത്? ആ റിപ്പോർട്ട് ഗവൺമെൻറ് കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ആ റിപ്പോർട്ടൊന്നുകൂടെ പ്രസിദ്ധീകരിക്കുക. അമേബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. ഒന്നാമതെന്ന് പറയുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പൊതുജനാരോഗ്യ മേഖലയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ താൽപര്യം എന്തെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. N. ഷംസുദ്ദീനെതിരായ മന്ത്രിയുടെ പരാമർശത്തിന് മറുപടി പറയാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. തുടർച്ചയായ 2ാം ദിവസമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നതായിരുന്നു ഇന്നത്തെ വിഷയം. പകർച്ചവ്യാധി അല്ലാതിരുന്നിട്ടും രോഗം പടരുന്നതിന്റെ കാരണം എന്താണെന്ന് പോലും ആരോഗ്യവകുപ്പിന് വ്യക്തതയില്ലെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തന്റെ കാലത്തെല്ലാം ഭദ്രമാണ്, വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിന് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളവരാണ് എന്ന് പറയുന്നതല്ലല്ലോ ഒരു മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഉത്തരവാദിത്വം. വിഷയത്തിലേക്ക് വരാതെ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭരണപക്ഷ MLA-മാരുടെ പ്രതിരോധം. ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വേട്ടയാടിയിട്ട് കേരളത്തിലെ ആരോഗ്യ രംഗത്തെയും ഈ ഗവൺമെന്റിനെയും ക്ഷീണിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങ് അറ്റത്ത് വെച്ചിട്ട് വന്നാൽ മതി. അതൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല എന്ന് തന്നെ പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഴയ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷിക്കേണ്ടതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുചോദ്യം. നമ്മളിതെല്ലാം ഒന്നാമതാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് സ്റ്റാഗ്നന്റ് ആണ്. ലോകത്തുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെ കൂടുതലായി വർദ്ധിക്കുന്നുണ്ട്. രാജ്യത്തെ മസ്തിഷ്കജ്വര മരണങ്ങളിൽ 70%-ലും കാരണം കണ്ടെത്താറില്ലെന്ന് ചൂണ്ടിക്കാണിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് ഫലപ്രദമായ പ്രതിരോധ നടപടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും വിശദീകരിച്ചു. മരണനിരക്ക് ആഗോള ശരാശരിയായ 60%-ൽ നിന്ന് 24%-ആയി കുറയ്ക്കാൻ സാധിച്ചുവെന്നും മന്ത്രി അവകാശപ്പെട്ടു. 2016 സർ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കേസ് കണ്ടെത്തുന്നത് 2016 എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സർ.
അതിനുശേഷം ഓരോ വർഷങ്ങളിലായിട്ട് 1 കേസ് 2 കേസ് എന്നുള്ള നിലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. മസ്തിഷ്ക ജ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് മുതൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നും ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ള കർശനമായിട്ടുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളില്ലെന്ന എൻ ഷംസുദ്ദീന്റെ വിമർശനത്തിന് മറുപടി പറഞ്ഞ മന്ത്രി വീണ ജോർജ് ഇതൊന്നും അറിയാൻ MLA മണ്ഡലത്തിലില്ലേ എന്ന് ചോദിച്ചു. ഇതോടെ പ്രകോപിതരായ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ഷംസുദ്ദീനുണ്ടായ പരാമർശം മര്യാദകെട്ടതാണെന്ന് ഭരണപക്ഷം ആരോപിച്ചു. ബഹളത്തിനൊടുവിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷമാണ് മന്ത്രി മറുപടി പൂർത്തിയാക്കിയത്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതിൽ വീഴ്ച സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സബ്മിഷനാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി. തുടർച്ചയായ 2ാം ദിവസമാണ് ചികിത്സാ പിഴവിലെ 24 വാർത്ത നിയമസഭയിൽ ചർച്ചയായത്. ചികിത്സാ പിഴവ് മൂലം ദുരിതമനുഭവിക്കുന്ന യുവതിക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനും തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനും ആവശ്യപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഇതിലൊരു അനുകൂലമായ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവ് സംബന്ധിച്ച 24 വാർത്ത വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മറ്റു നടപടികളിലേക്ക് കടക്കാമെന്ന് ആരോഗ്യമന്ത്രി മറുപടി നൽകി. ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി നടപടിയുണ്ടാകുമെന്ന സൂചനയും നൽകി. അത് ചെയ്ത ഡോക്ടർക്ക് ആ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൽ സമിതി റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. നിയമസഭയിലെ ചോദ്യത്തിനുള്ള മറുപടിയിൽ യുവതിയുടെ പേരുവിവരങ്ങളും രോഗവിവരങ്ങളും വെളിപ്പെടുത്തിയത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പരിശോധിക്കാമെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. ചികിത്സാ പിഴവിൽ വൈകിയെങ്കിലും ആരോഗ്യമന്ത്രി വീഴ്ച സമ്മതിച്ചെന്നും ഡോക്ടർ രാജീവ് കുമാറിനെതിരെ എത്രയും വേഗം നടപടിയുണ്ടാകണമെന്നും യുവതി ആവശ്യപ്പെട്ടു. എന്തായാലും നടപടി എടുക്കണം. എന്തെങ്കിലും ഇനി നിയമപരമായി നമ്മൾ മുന്നോട്ട് പോകും. ഉടനെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഇതുവരെയ്ക്കും അവിടെ ഒന്നും ഒരു അറിയിപ്പ് നമുക്ക് വന്നിട്ടില്ല. 2023 തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആശുപത്രികളിലെ ഉപകരണക്ഷാമത്തിൽ ഇടപെട്ട ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴി 100 കോടി രൂപ അനുവദിച്ചു. ഇതിനു പുറമെ ധനവകുപ്പ് KMSCL-ന് 50 കോടിയും അനുവദിച്ചിട്ടുണ്ട്. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരിഹാസവുമായി ഭരണപക്ഷം. നിയമസഭാ കവാടത്തിന് മുന്നിൽ മെത്ത വിരിച്ചു കിടക്കുന്ന 2 പേർ സമരം നടത്തേണ്ടത് പാലക്കാടാണെന്നായിരുന്നു കോങ്ങാട് MLA K ശാന്തകുമാരിയുടെ പരാമർശം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സഭയിലെത്തരുത് എന്ന് K മുരളീധരൻ 24-നോട് പറഞ്ഞു. രാഹുലിനൊപ്പം നിയമസഭയിലേക്ക് വന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെ പ്രതിപക്ഷ നേതാവ് കാണാൻ കൂട്ടാക്കിയില്ല. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിലാണ് ലൈംഗിക പീഡനാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഭരണപക്ഷത്ത് നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. ശിശുഹത്യയിൽ ഒരു പാപബോധവും തോന്നാത്തവർക്കൊപ്പം ഇരിക്കുന്നവർക്ക് ഒരു സ്ത്രീയായ മന്ത്രിയെ അധിക്ഷേപിക്കുന്നതിൽ ആനന്ദം തോന്നും എന്നതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. അതുവരെ പൊതിഞ്ഞു പറഞ്ഞിരുന്ന കാര്യം അല്പം കൂടി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കോങ്ങാട് MLA K ശാന്തകുമാരിയുടെ ഇടപെടൽ. സഭാ കവാടത്തിന് മുമ്പിൽ 2 സൈഡും നല്ല മെത്ത വിരിച്ച് 2 പേർ കിടപ്പുണ്ട്. എനിക്ക് അവരോട് പറയാമല്ലോ, നിങ്ങൾ നേരെ ആദ്യം പാലക്കാട് പോയി സമരം ചെയ്യണം. ഇവിടെ അല്ല സമരം ചെയ്യണം, പാലക്കാടാ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിലെത്താൻ പാടില്ലെന്ന പരാമർശം ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടായി. അദ്ദേഹം ഇനി സഭയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം പിണറായി സർക്കാരിൻ്റെ ഒരുപാട് മർദ്ദനങ്ങളേറ്റ ആളാണല്ലോ. അങ്ങനെ ഒരു വ്യക്തി തന്നെ പിണറായി സർക്കാരിൻ്റെ ഒരു ഐശ്വര്യമായിട്ട് മാറുന്നത്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചമൊരുക്കി നിയമസഭയിലേക്ക് എത്തിച്ച യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനോടുള്ള അമർഷം പ്രതിപക്ഷ നേതാവ് പരസ്യമായി പ്രകടിപ്പിച്ചു. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെത്തിയ ഷജീറിനെ കാണാൻ VD സതീശൻ കൂട്ടാക്കിയില്ല. മുറിയിലെത്തി കാണാൻ ശ്രമിച്ച ഷജീറിനെ പൂർണ്ണമായി അവഗണിച്ച സതീശൻ മുഖം കൊടുക്കാൻ പോലും തയ്യാറായില്ല. പിന്നാലെ ചെന്ന് കാണാൻ ശ്രമിച്ചപ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി. 24 തിരുവനന്തപുരം. നോക്കാം ചില വാർത്തകൾ ചുരുക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി നടൻ ഉണ്ണി മുകുന്ദൻ വേഷമിടുന്ന സിനിമ പ്രഖ്യാപിച്ചു. നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിലാണ് മാ വന്ദേ എന്ന സിനിമ പ്രഖ്യാപിച്ചത്. സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർ റെഡ്ഡി നിർമ്മിക്കുന്ന ചിത്രം ക്രാന്തികുമാറാണ് സംവിധാനം ചെയ്യുന്നത്.
ഛത്തീസ്ഗഡിൽ താൽക്കാലിക വെടിനിർത്തലിന് സന്നദ്ധതയെ അറിയിച്ച മാവോയിസ്റ്റുകളുടെ കത്ത്. CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റിയുടെ പേരിലാണ് കത്ത്. സായുധ പോരാട്ടം താൽക്കാലികമായി അവസാനിപ്പിക്കാനും ചർച്ചയ്ക്കും തയ്യാറാണെന്നും കത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ കഥാപാത്രമാക്കി ബീഹാർ കോൺഗ്രസ് പുറത്തിറക്കിയ AI വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പട്ന ഹൈക്കോടതി. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായ PB ബജന്ദ്രിയാണ് വീഡിയോ നീക്കം ചെയ്യാൻ കോൺഗ്രസിന് നിർദ്ദേശം നൽകിയത്. ഇടുക്കി ആനച്ചാൽ ചിത്തിരപുരത്ത് മൺതിട്ട ഇടിഞ്ഞു വീണ് 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ മണ്ണെടുക്കുന്നതിനിടെ മൺകൂന ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശംഖുപ്പടി സ്വദേശി രാജീവൻ, ബൈസൺ വാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത്. റവന്യൂ വകുപ്പ് സീൽ ചെയ്ത കെട്ടിടത്തിൽ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോഴായിരുന്നു അപകടം. നിർമ്മാണത്തിനെതിരെ സ്പെഷ്യൽ തഹസിൽദാർ, മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ നിരോധന ഉത്തരവ് കൊടുത്തിട്ടുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറെ കൂട്ടി അത് താക്കോലേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഉത്തരവ് പാലിക്കാതെ തന്നെ വീണ്ടും പ്രവർത്തനം തുടങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് മണ്ണിടിച്ചിലുണ്ടായതും രാജീവ്, ബെന്നി എന്ന് 2 ചെറുപ്പക്കാർ അതിന് അടിയിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തത്. ലാൽ കൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുകയാണ്. ലാൽ, അനധികൃത നിർമ്മാണത്തിനിടെയാണ് അപകടമുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. മറ്റ് ആളുകൾ ഇവിടെ ജോലിക്ക് ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? പ്രവിധ, ഈ അപകടം ഉണ്ടായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഗായത്രി എന്ന് പറയുന്ന മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാരാണ്. ജനുവരി മാസം 17-ാം തീയതി ഈ കെട്ടിടം അനധികൃതമായാണ് നിർമ്മാണം നടക്കുന്നതെന്നും ഇത് പൂട്ടണമെന്നും കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ഉടമയായ എറണാകുളം കുമ്പളങ്ങി സ്വദേശിയായ ഷെറിൻ അനില എന്ന് പറയുന്ന സ്ത്രീക്ക് നോട്ടീസ് നൽകിയതാണ്. അതിൻ്റെ തൊട്ടു പിന്നാലെ ഈ കെട്ടിടവും അതോടൊപ്പം ഉണ്ടായിരുന്ന സാധാരണ ജംബക വസ്തുക്കളും ഉൾപ്പെടെ പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തു. അത് അവഗണിച്ചുകൊണ്ട് വീണ്ടും നിർമ്മാണം നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ മാസത്തിൽ ഈ കെട്ടിടം പൂർണ്ണമായും സീൽ ചെയ്തു പോയതുമാണ്. അതിന് പിന്നാലെയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരുന്നത്. തൊഴിലാളികളടക്കമുള്ളവരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് JCB ഓപ്പറേറ്ററും 2 തൊഴിലാളികളും ഉൾപ്പെടെ 6 പേർ അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് അവിടെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. ഒരു ഭാഗം JCB കൊണ്ട് ക്ലിയർ ചെയ്യുന്നതിനിടയിൽ മറ്റൊരു ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാവുകയും 1 മണിക്കൂറിലേറെ ഈ തൊഴിലാളികൾ ഇതിനടിയിൽ പെട്ടുപോവുകയുമാണ് ഉണ്ടായത്. ഇടുങ്ങിയ വഴി, അതോടൊപ്പം തന്നെ ഖനനം നടക്കാൻ പാടില്ലാത്തൊരു പ്രദേശം എന്നിവ ഈ അപകടത്തിന് ആക്കം കൂട്ടി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. എന്താണെങ്കിലും മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ജീവനോടെ അല്ല എങ്കിൽ പോലും 2 തൊഴിലാളികളെ കണ്ടെത്താൻ സാധിച്ചത്. അതിലൊരാളുടെ തല ശരീരത്തിൽ നിന്ന് വേർപെട്ട അവസ്ഥയിൽ കൂടിയാണ് കണ്ടെത്തിയത്. ഇവരെ നിലവിൽ അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ലാൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ക്രിമിനൽ കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ കേരള സർവകലാശാല. ബിരുദ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണം. സത്യവാങ്മൂലം ലംഘിച്ചാൽ പ്രവേശനം റദ്ദാക്കാൻ പ്രിൻസിപ്പലിന് അധികാരം നൽകാനും VC മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതി തീരുമാനിച്ചു. ക്രിമിനൽ കേസുകളിൽ പ്രതികളായാൽ ഇനി കേരള സർവകലാശാലയിൽ പഠിക്കാനാകില്ല. പ്രവേശനത്തിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ കേസുകളില്ല എന്ന് സത്യവാങ്മൂലം നൽകണം. കോളേജുകളിൽ നിന്ന് ഡീബാർ ചെയ്തിട്ടുണ്ടോ, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ കേസുകളിലോ ക്രിമിനൽ കേസുകളിലോ ശിക്ഷിക്കപ്പെട്ടവരാണോ, പരീക്ഷാ തിരിമറി നടത്തി ശിക്ഷിക്കപ്പെട്ടവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണം. പ്രവേശനം നേടിയ ശേഷം സത്യവാങ്മൂലം ലംഘിച്ചാൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം പ്രിൻസിപ്പൽമാർക്ക് റദ്ദാക്കാം. കോളേജ് കൗൺസിലിന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാം. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ കോളേജുകൾക്കും കോഴ്സുകൾക്കും ഈ നിബന്ധന ബാധകമാണ്. VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയുടേതാണ് തീരുമാനം. യോഗത്തിൽ ഇടതംഗങ്ങൾ തീരുമാനത്തെ എതിർത്തില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് ക്രിമിനൽ കേസിൽപ്പെട്ടാലും നിയമം ബാധകമായേക്കും. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു വിദ്യാർത്ഥിയുടെ പ്രവേശനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ മറുപടി നൽകാനാണ് തീരുമാനമെടുത്തതെന്നാണ് ഇടതംഗങ്ങളുടെ വിശദീകരണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കായിക ലോകത്ത് നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ്. ഏഷ്യ കപ്പിൽ നാടകീയ നീക്കങ്ങൾ. UAEക്കെതിരായ ഇന്നത്തെ മത്സരം പാകിസ്ഥാൻ ബഹിഷ്കരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. താരങ്ങൾ ഇതുവരെ ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടിട്ടില്ല. അനിൽ വാസ്തേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അനിൽ, പാകിസ്ഥാനെ സംബന്ധിച്ച് നിർണായകമായ മത്സരമാണ്. പാകിസ്ഥാൻ തന്നെ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്നാണോ? അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ പാക് മത്സരത്തിനിടെ ഇന്ത്യൻ താരങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ പാക് താരങ്ങൾക്ക് കൈകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. ഈ ഒരു പാകിസ്ഥാനെ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ഒപ്പം തന്നെ ഇതിലേക്ക് നയിച്ചത് മാച്ച് റഫറിയും ഇതിന് കൂട്ടുനിന്നു എന്നായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡിന്റെ പരാതി. അതായത് മാച്ച് റഫറി പൈക്രോഫ്റ്റ് നേരത്തെ തന്നെ പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയോട് പറഞ്ഞു ഇന്ത്യൻ ക്യാപ്റ്റന് കൈകൊടുക്കാൻ തയ്യാറാവരുത് എന്നുള്ളത്. അതായത് ഇന്ത്യക്ക് ഒത്താശ ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യയോട് പക്ഷപാതം ചെയ്തു എന്നുള്ളതാണ് പരാതി. അതുകൊണ്ട് തന്നെ പൈക്രോഫ്റ്റിനെ ഏഷ്യ കപ്പിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം. പക്ഷേ ഇത് ICC തള്ളുകയാണ് ഉണ്ടായത്. അന്ന് തന്നെ പാകിസ്ഥാൻ ഒരു ഭീഷണി മുഴക്കിയതാണ്. ഈ തീരുമാനം
തീരുമാനം പൈക്രോഫിനെ മാറ്റുകയില്ലെങ്കിൽ ഈ മത്സരം ബഹിഷ്കരിക്കുമെന്നാണ്, ഏഷ്യ കപ്പിൽ നിന്ന് പിന്മാറുമെന്നാണ്. പക്ഷേ ഇതിൽ നിന്ന് ഇതുവരെയും ICCയുടെ തീരുമാനം വന്നതിന് പാകിസ്ഥാന്റെ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാതെ റൂമിൽ തന്നെ തുടരുന്ന കാഴ്ച കാണുന്നത്. അവരുടെ ടീം കിറ്റ് എല്ലാം ബസ്സിലേക്ക് കയറ്റിയെങ്കിൽ പോലും താരങ്ങൾ ഇപ്പോഴും ഹോട്ടലിൽ തുടരുകയാണ്. ശരി, ഏഷ്യ കപ്പിൽ UAE-ക്കെതിരായ ഇന്നത്തെ മത്സരം പാകിസ്ഥാൻ ബഹിഷ്കരിച്ചേക്കുമെന്നുള്ള വാർത്തയാണ് അനിൽ വാസുദേവ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.